നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്തോനേഷ്യയിലെ നോർത്ത് മലുക്ക് തീരത്ത് ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാവിലെ 8:42 സംഭവം നടന്നത്. ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടമോ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഭൂചലനത്തെ തുടർന്ന് ഇപ്പോൾ ജനങ്ങൾ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ സംഭവത്തെ തുടർന്ന് ആശങ്ക വേണ്ടെന്ന് അധികൃതർ അറിയിച്ചു. കൃത്യമായ മുൻകരുതലുകൾ പാലിക്കണമെന്നും ജാഗ്രതയോടെ തുടരണമെന്നും അവർ വ്യക്തമാക്കി. അതേസമയം സുനാമി ഭീഷണി ഇല്ലെന്ന് അധികൃതർ അറിയിച്ചു. ടിബറ്റനിൽ റിക്ടർ സ്കെയിലിൽ 4.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഞായറാഴ്ച അനുഭവപ്പെട്ടതായി നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. 5 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത്. ഇനിയും തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം തന്നെ റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂകമ്പവും ടിബറ്റനിൽ രേഖപ്പെടുത്തിയിരുന്നു. 24 മണിക്കൂറിലാണ് രണ്ടാം ഭൂകമ്പവും ഉണ്ടായത്. ഭൂകമ്പത്തിൽ ആളപായം ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ചയും ടിബറ്റനിൽ ഭൂചലനം ഉണ്ടായിരുന്നു. നേപ്പാൾ, ടിബറ്റ് എന്നീ രാജ്യങ്ങളിൽ ഭൂചലനങ്ങൾ സർവ്വസാധാരണമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ടിബറ്റിൽ കഴിഞ്ഞ മാസം ജനുവരി ആദ്യ ആഴ്ചയുണ്ടായ ഭൂകമ്പത്തിൽ 120-ലേറെ ആളുകളാണ് മരിച്ചത്. 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് റിക്ടർ സ്കെയിലിൽ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. സ്വയം ഭരണ പ്രദേശമായ ടിബറ്റ് മേഖലയിൽ ചാങ്സുവോ, ക്വിൽവോ, അതുപോലെ തന്നെ കുവോഗുവോ എന്നീ പ്രദേശങ്ങളുള്ളവരാണ് ഭൂകമ്പത്തിൽ മരിച്ചവരിൽ ഏറെയുമെന്നും അധികൃതർ അറിയിച്ചു. നേപ്പാളിലും ടിബറ്റിലും ഉണ്ടാകുന്ന തീവ്രത കുറഞ്ഞ ചില ഭൂകമ്പങ്ങൾ തീവ്രതയേറിയ ഭൂകമ്പങ്ങളെക്കാൾ അപകടകരമാണ് എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. കാരണം തീവ്രത കുറഞ്ഞ ഭൂകമ്പങ്ങൾ ഉപരിതലത്തോട് അടുക്കുമ്പോൾ കൂടുതൽ ഊർജ്ജം പുറത്തുവിടുകയും കൂടുതൽ തീവ്രമായ പ്രകമ്പനങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാകുകയും ചെയ്യുന്നു. ജനുവരി 24 ശേഷം ടിബറ്റിൽ നിരവധി ഭൂകമ്പങ്ങളും തുടർചലനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുന്നതിനാലാണ് ടിബറ്റിൽ തുടരെ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിമുട്ടുന്നതാണ് ഭൂചലനത്തിലേക്ക് നയിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി തെറ്റായ നിലയിലാണ് ടിബറ്റും നേപ്പാളും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിൽ ഭൂകമ്പങ്ങൾ പതിവാണ്.